ഞാൻ BBA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അമിറ്റി ഗ്ലോബൽ ബിസിനസ് സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. 2015 മുതൽ 2022 വരെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1.3 മില്യൺ ഇന്ത്യൻസാണ് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോയിരിക്കുന്നത്. അതിൽ കൂടുതലും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ടുള്ളവരാണ്. അതാണ് മേജർ പോയിന്റ്. എല്ലാവരും തന്നെ ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരാണ്. ഇപ്പോൾ 2025 എക്സ്പെക്റ്റ് ചെയ്തേക്കുന്ന കണക്ക് പ്രകാരം ഇന്ത്യയിൽ 75 ലക്ഷം ആൾക്കാരാണ് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അതിൽ കൂടുതൽ കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജനിച്ച് വളർന്ന് പഠിച്ച ഒരു കുട്ടി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് ഇതൊരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഈ ബ്രെയിൻ ഡ്രെയിൻ നിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ്, അത് കുറച്ച് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ശ്രീ ജോസഫ്, ആദ്യം തന്നെ ആ ചോദിച്ച ചോദ്യത്തിലൊരു ചെറിയ ഇതുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വിദേശത്തേക്ക് ചേക്കേറാൻ പോകുന്ന അല്ലെങ്കിൽ പോയ ആ സമൂഹം എന്ന് പറയുന്നത് കേരളമല്ല. ആ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥാനം ഏതാണ്ട് എൻ്റെ നമ്മൾ നടത്തിയ പല പഠനങ്ങൾ നോക്കുമ്പോൾ 7ഓ 8ഓ സ്ഥാനത്താണ്. 10. ഓ, താങ്ക് യു. 10ാം സ്ഥാനത്താണ് കേരളം. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ്. പഞ്ചാബ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളാണ് മൈഗ്രേഷനിൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അതിനെ ഒരു പർവ്വതീകരിച്ച് കാണുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്തായാലും ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് തദ്ദേശ ഇക്കോണമിക്ക് ദോഷകരം തന്നെയാണ്, സംബന്ധിച്ചൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ ബ്രെയിൻ ഡ്രെയിൻ ഇല്ലാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതാത് കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഈ ബഡ്ജറ്റിലുണ്ടോ? തീർച്ചയായിട്ടും ആ ബഡ്ജറ്റ് അത് മുന്നിൽ കാണുന്നു. അത് എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ആസ്പിറേഷൻ ആ രീതിയിലാണ് ആളുകൾ പോകുന്നത്. മാത്രമല്ല അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലേക്കോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെ സേഫായിരിക്കും, പിന്നെ ഒന്നും നോക്കേണ്ടതില്ല. ഇപ്പോൾ ഈ ഗൾഫിൽ പോകുന്നതിന് പകരം മൈഗ്രേറ്റ് ചെയ്താണ്, അതായത് നേരെ അവിടെ താമസം ഉറപ്പിച്ചാണ് പോകുന്നത്. ആ ഒരു ടെൻഡൻസി കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇന്ത്യൻ സമൂഹത്തിലും കേരള സമൂഹത്തിലും പ്രകടമാണ്. നമുക്കതിനെ ഒറ്റ രാത്രി കൊണ്ട് റിട്ടേൺ ചെയ്യുക എന്ന് പറയുന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു വലിയ പ്രോസസ്സാണ്. ചിലപ്പോൾ 10, 15, 20 ഒക്കെ കൊല്ലം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ നോളജ് ഇക്കോണമി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കുറച്ച് കൊല്ലം മുമ്പ് കേരളത്തിൻ്റെ ഗവൺമെൻറ് പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ തദ്ദേശീയമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും അതനുസൃതമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിലും റോബോട്ടിക്സ് ആണെങ്കിലും ഗ്രാഫൈൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആ ടെക്നോളജി ഓറിയൻറ്റഡായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കുമ്പോൾ ഇത് റിവേഴ്സ് ആയിട്ടുള്ളൊരു ഒഴുക്കുണ്ടാകുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്ക എടുക്കുക. അമേരിക്കയിൽ അവിടെ ആളുകളെ തിരിച്ചയക്കുന്നു. അതൊരു പക്ഷേ നാളെ ഔദ്യോഗികമായി സിറ്റിസൺഷിപ്പ് കിട്ടിയ ആളുകൾക്ക് പോലും നിലനിൽക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക അവിടെ ഉയരുന്നുണ്ട്. അത് യൂറോപ്യൻ യൂണിയനിലും പല രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കൃത്യമായി ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വരുന്ന ബ്രെയിനിനെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് പുതിയ മോഡേൺ ടെക്നോളജി അധിഷ്ഠിതമായ വ്യവസായങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിദേശത്ത് പോയ ആളുകൾ പതിയെ തിരിച്ചു വരുന്ന സിറ്റുവേഷൻ. ഒരു 2 കാര്യം പറയാനുള്ളത്. ഒന്ന്, ഇപ്പം വളരെ ഹയർ സ്റ്റഡീസിന് 2 തരം ആൾക്കാർ പുറത്തു പോകുന്നുണ്ട്. പണ്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഹയർ വളരെ ക്വാളിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് നമ്മുടെ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസും നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൈ ക്വാളിറ്റി ആവണം എന്നുള്ളതൊരു അതിനുള്ള മെഷേഴ്സ് ഉണ്ട്. 2, ഇപ്പം ഹയർ സ്റ്റഡീസ് മാത്രമല്ല ഡിപ്ലോമയ്ക്കും ഈ കെയർ അങ്ങനത്തെ ഇതിന് വരെ അവിടെ പോയി ജോലി വേറൊരു കാര്യമുണ്ട്, അവിടെ പോയി പഠിക്കുകയും ജോലി എടുക്കുകയും കൂടെ ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ കേരളയിൽ ഇപ്പം കെയർ ഇക്കോണമിക്ക് ഒത്തിരി പൊട്ടൻഷ്യലുണ്ട്. പക്ഷെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇവിടെ നിന്നുകൊണ്ട് പഠിച്ച് ജോലിയെടുക്കാനുള്ള ഒരു സോഷ്യൽ ഫാക്ടറും ഒരു സോഷ്യൽ മൂവ്മെൻറ്റും പിള്ളേരുടെ ഇടയിൽ ഇവിടെ ഇഷ്ടംമാതിരി സിൽവർ ഇക്കോണമി ആകുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ആംഗിളും കൂടെ ഈ പുറത്ത് എല്ലാവരും പോണ ഒരു ഭയങ്കര ഹൈസ് ഉണ്ട് എന്നുള്ള കാര്യം അവരിലേക്ക് എത്തുന്നില്ല. ഇപ്പം നേരത്തെ ഇവിടുന്ന് അഭിപ്രായം വന്നല്ലോ, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അറിയുന്നില്ല, എന്തുകൊണ്ട് അറിയുന്നില്ല, അറിയിക്കേണ്ടവർ അറിയിക്കുന്നില്ല എന്നുള്ള പ്രശ്നം കൂടി ഉണ്ടല്ലോ. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറേ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ്. ഇവിടെ പഠിക്കാനും അതോടുകൂടെ ജോലി എടുക്കാനും വരുമാനം സമ്പാദിക്കാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി.
ലോകത്ത് എവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം നമുക്ക് കേരളത്തിലിരുന്ന് ആർജിക്കാൻ കഴിയണം. ലോകത്തിൽ എവിടെയും കിട്ടുന്ന ജോലി കേരളത്തിൽ നിന്ന് ചെയ്യാൻ കഴിയണം. ഡിജിറ്റൽ വിടവില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറണം. ഇതാണ് വിജ്ഞാന സമൂഹത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ. ഇപ്പോൾ എഡ്യൂക്കേഷൻ കോൺക്ലേവ് ഒക്കെ നടക്കുമ്പോഴും ക്യാമ്പസ് ഇൻഡസ്ട്രി എന്ന രൂപത്തിൽ വൻകിട വ്യവസായ സംരംഭങ്ങളെ നമ്മൾ ക്യാമ്പസിലേക്ക് ക്ഷണിക്കുകയാണ്. ITI, പോളിടെക്നിക് ഉൾപ്പെടെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ആധുനിക കോഴ്സുകൾ തുടങ്ങാം. ഏറ്റവും ജോലി സാധ്യതയുള്ള ഓരോ വൻകിട വ്യവസായ സംരംഭങ്ങൾക്ക് ഏത് തരത്തിലുള്ള എക്സ്പെർട്ടുകളെയാണോ വേണ്ടത് ആ എക്സ്പെർട്ടുകളെ നമ്മുടെ ക്യാമ്പസിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ 1.5 കൊല്ലമായി വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ജോലിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് പോകേണ്ടതില്ല, ഇവിടെ തന്നെ ആർജിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് മികവിൻ്റെ കേന്ദ്രമായി യൂണിവേഴ്സിറ്റികളെ മാറ്റാൻ ഇന്ന് ബജറ്റിൽ പ്രത്യേകമായിട്ട് അലോക്കേഷൻ വെച്ചിരിക്കുന്നത്. അതൊരു ദീർഘകാല പ്രോസസ്സാണ്. ഈ ഗവൺമെൻറ് നല്ല ഊന്നൽ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സുഹൃത്ത് ചോദിച്ച ആശങ്ക പരിഹരിക്കപ്പെടും. ഇത് നന്നായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അങ്ങ് ചോദിച്ചല്ലോ, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ നല്ല വശങ്ങൾ, പ്രത്യേകിച്ച് മീഡിയ, സോഷ്യൽ മീഡിയ, വിദ്യാർത്ഥികൾ തന്നെ മൗത്ത് ടു മൗത്ത് ക്യാമ്പയിൻ, നമ്മുടെ നേട്ടം നമ്മൾ തന്നെ നന്നായി അഡ്വർടൈസ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയും. പ്രതിസന്ധി ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി, അത്തരത്തിൽ പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് നോക്കാൻ കഴിയും. അല്ല, പക്ഷേ അരുൺ, ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ആളുകൾ വിദ്യാഭ്യാസത്തിനായിട്ട് പുറത്തേക്ക് പോകുന്നത് വിദ്യാഭ്യാസം ആർജിക്കുക എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് മാത്രം ആയിരിക്കണം എന്നില്ലല്ലോ. അവർ കൂടുതൽ സിവിൽ ലിബർട്ടീസിൽ വിശ്വസിക്കുന്നു, സിവിൽ റൈറ്റ്സിൽ വിശ്വസിക്കുന്നു, അവരുടെ കുറേ എക്സ്പോഷേഴ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ റീസൺ കൂടി ഇതിനകത്തുണ്ടോ? അതിൽ പലതരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഇപ്പം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ല വിദ്യാഭ്യാസം, നല്ല തൊഴിൽ, നല്ല ഒരു വിവാഹം, അതിനുശേഷം നല്ല ജീവിതം, അത്തരത്തിൽ ഓരോ ഘട്ടമായിട്ട് വരുന്ന മാറ്റം, അതിനെ നല്ല രൂപത്തിൽ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുമെങ്കിൽ നമ്മളങ്ങനെ വിദേശത്തേക്ക് പോവില്ല. അപ്പോൾ അത്തരത്തിൽ ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ തന്നെ ഇന്നത്തെ ബജറ്റിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കാര്യം 60, 70, 80 വയസ്സായവർക്ക്, വയോജനങ്ങൾക്ക് ഒരു പുതിയ ഇന്നിങ്സ് തുടങ്ങാനുള്ള അവസരം. ആ പ്രയോഗത്തിനൊരർത്ഥമുണ്ട്, പുതിയ ഇന്നിങ്സ്. കാരണം അവർ റിട്ടയറായി ഇനി വീട്ടിൽ ഒതുങ്ങിക്കൂടട്ടെ എന്നല്ല, അവർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ച് പുതിയ ഇന്നിങ്സ് തുടങ്ങണം. അപ്പോൾ നമുക്കറിയാം വയോജനങ്ങളുടെ എണ്ണം കൂടി വരിക കേരളത്തിൽ. കാരണം ജീവിതശൈലി രോഗങ്ങൾ 40 വയസ്സിൽ തുടങ്ങുമെങ്കിലും റിട്ടയർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ആയുർദൈർഘ്യം കേരളത്തിലാണ് കൂടി വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഉണ്ട്, സംവിധാനമുണ്ട്, സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് നല്ല പ്രവർത്തനം, കൂട്ടായിട്ടുള്ള പ്രവർത്തനം. ഇപ്പോൾ ഒരു ബജറ്റ് വരുമ്പോഴേക്കും നിശ്ചിത വിമർശനമായിട്ട് ഇറങ്ങി തിരിക്കുന്നവരും അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. അത്തരത്തിൽ ഒരു നല്ല ചർച്ച വരണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, അവിടുന്ന്